എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു വാട്ടർ ടാങ്ക് അലാമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ടാങ്കൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ ഓവർഫ്ലോ ആയി ഒരുപാട് വെള്ളമൊക്കെ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അലാമാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ടാങ്ക് നിറയുന്നത് തൊട്ട് മുമ്പേ നമുക്കറിയാൻ പറ്റുന്ന ഒരു അലാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അലാം സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ 4 ഐറ്റംസാണ് ആവശ്യമുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ബഫറാണ്. ഇതിപ്പോൾ നമ്മുടെ കാറുകളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ബഫറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 12 വോൾട്ടിൻ്റെ ഏത് ബഫർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്ററാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്വിച്ചാണ്. ഇത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് വയറാണ്. അപ്പോൾ ഇത്ര 4 ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു അലാം സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് വയർ എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ സ്വിച്ചും കൂടെ നമുക്ക് എടുക്കാം. ഇനി ഈ സ്വിച്ച് നമുക്ക് ആ വയറിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ആ ഫേസ് മാത്രമുള്ള ഏരിയയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫേസാണ് ആ റെഡ് കളർ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇനി നമുക്ക് അതിൽ ആ സ്വിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വയറുടെ 2 അറ്റവും കോട്ടിങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് എടുക്കാം. 2 സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അഴിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് AC വയറാണ് ആ 2 റെഡ് കളർ കാണുന്നത്. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇൻസുലേഷൻ ഇട്ട് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അഡാപ്റ്ററിൽ DC വയറിലേക്ക് നമ്മൾ ഇതുപോലെ അഡീഷണൽ ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഇതുപോലെ ടേപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ DC വയറുടെ അറ്റം എടുക്കാം. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആ ബഫറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ബഫർ എടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ബഫറിൻ്റെ 2 വയറുണ്ട്, അതിലേക്ക് നമുക്ക് കറക്റ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ബഫറിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന വയറിൽ ആ റെഡ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു നൈഫ് എടുത്തിട്ട് ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്തത് സെപ്പറേറ്റ് ആക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ വയറുടെ അറ്റമൊന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് 2 വയറ് നമുക്ക് സെപ്പറേറ്റ് കയറണം. അതായത് നമുക്ക് ഈ ഒരു റെഡ് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ 2 വയറ് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് 2 വയറ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ 2 വയർ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു 2 ഭാഗത്തേക്കും 2 സെപ്പറേറ്റ് കണക്ട് ചെയ്യാം. ഇനിയിപ്പോൾ 2 ഇതുപോലെ ജോയിൻ്റ് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പിൻ എടുക്കാം. അതിനുശേഷം നമുക്ക് അതിനുള്ളിലേക്ക് ആ വയറൊന്ന് കണക്ട് ചെയ്തെടുക്കണം. അതിനിപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുള്ളിൽ 2 പിൻ ഉണ്ടാവും, അതിൽ സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ആ ഒരു ഹോളിലേക്ക് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. ചെറിയൊരു കെട്ടിയിട്ട് കൊടുക്കാം, എന്നാൽ നമുക്ക് വയറ ലൂസായി വരാതിരിക്കും, അവിടെ ടൈറ്റ് ആയിരുന്നാവും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡിൽ നിന്ന് ഇതുപോലെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. നേരെ നമ്മുടെ സ്വിച്ച് വരും. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നേരിട്ട് നമ്മുടെ 12 വോൾട്ടിലെ അഡാപ്റ്ററിലേക്ക് വരും. അവിടുന്ന് നേരെ നമ്മുടെ ബസറിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ പിന്ന് തമ്മിൽ കണക്റ്റ് ആയാൽ മാത്രമേ ബസർ വർക്കാവുള്ളൂ. അതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബസർ വർക്കിംഗ് ആണോ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ പവർ ഓൺ ചെയ്യുകയാണ്. ഇനി നമ്മുടെ സ്വിച്ചും കൂടെ ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ബസർ വർക്കാവണമെങ്കിൽ നമ്മുടെ ഈ ഒരു പിന്നിൻ്റെ 2 കാലുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാൽ മാത്രമേ ആ ബസർ വർക്കാവുള്ളൂ. നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസർ വർക്കിംഗ് ആണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമുക്കിനി ടാങ്കിലേക്ക് അത് സെറ്റ് ചെയ്യേണ്ട രീതിയും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുന്നത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ എത്ര ഇതിനകത്ത് വാട്ടർ ഫില്ലാകുന്നു അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഗ്ലാസ്സിലായതുകൊണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ ആ പിന്ന് ഇതുപോലെ ടാങ്കിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. അതായത് ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ടേപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്നാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ എത്ര അളവിനാണോ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു അളവിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു അളവിൽ ഈ ഒരു പിന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടാങ്കിലാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു അടപ്പാണ്. അതുപോലെ നമുക്ക് ഒരു ബ്ലേഡും വേണം. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കാം. അതിനുവേണ്ടിയാണ് ഈ അടപ്പിന് മുകളിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്ലേഡിൻ്റെ ഈ സൈഡിലും നമുക്ക് ചെറിയൊരു നൂല് കെട്ടി ചെറിയൊരു കൊളുത്ത് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കെട്ടിയെടുക്കുക. നമ്മളിങ്ങനെ നൂലിട്ട് ഇതേപോലെ തൂക്കിടാൻ മാത്രം കെട്ടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അടപ്പ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അതായത് ആ വെള്ളത്തിൽ ടച്ച് ആകുമ്പോൾ മാത്രം മേളിൽ വന്നിട്ട് ആ ഒരു പിന്നീട് തട്ടുന്ന രീതിയിലായിരിക്കണം വെക്കണത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി ഈ ഒരു സ്വിച്ചും നമ്മുടെ എക്സ്ട്രാ സെറ്റ് ചെയ്ത് ഈ ഒരു സ്വിച്ചും ഓൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടാങ്ക് അതായത് നമ്മളിവിടെ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാട്ടർ ഫില്ല് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതാണ് ഇനി നമ്മുടെ അടുത്ത പണി. അപ്പോൾ ഈ ഒരു രീതി തന്നെ ആയിരിക്കും ടാങ്കിലും വെള്ളം ഫില്ലാവുന്നത്. അപ്പോൾ ഈ ഒരു അടപ്പത്തിൽ നിന്ന് വെള്ളം തട്ടുമ്പോൾ ആ അടപ്പ് പൊന്തും. അപ്പോൾ ആ ഒരു ബ്ലേഡ് ആ 2 പിന്നിലും ടച്ച് ആവും. അപ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ബസർ ഓൺ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ലോജിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിക്ക് കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒട്ടിക്കുക. അതായത് ഇൻസുലേഷൻ ഒന്നും വെച്ച് ഒട്ടിക്കരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശേനെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ടാങ്കിൽ ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ റെഡി ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇനി നമുക്ക് പ്ലഗിലേക്ക് പിന്നൊന്ന് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ മറക്കാതെ ഈ ഒരു സ്വിച്ചും കൂടെ ഓൺ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്താണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ടാങ്ക് മുകളിലുണ്ട്.
ബാക്കി നമ്മുടെ സെറ്റപ്പ് എല്ലാം നമ്മൾ ഈ ടാങ്കിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം വന്നിട്ട് വെള്ളം ഫില്ലാവുന്നതൊപ്പം തന്നെ ആ ഒരു നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കന്നാസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ അത് പൊന്തും. അപ്പോൾ നമ്മുടെ ആ ഒരു പിന്നിലെ 2 ടച്ചാവും. അപ്പോൾ നമ്മുടെ ബസർ വർക്കാവും. അതാണിപ്പോൾ നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മൾ കുറച്ച് ബ്ലേഡുകൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാങ്ക് ഫില്ലായ ഒപ്പം തന്നെ ബസർ കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളം ചാടുന്ന സൗണ്ട് കാരണമാണ് ആ ബസറിൻ്റെ സൗണ്ട് കേൾക്കാത്തത്. ഞാനിവിടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഫില്ലായി കറക്റ്റ് ടൈമിലാണ് നമ്മളിവിടെ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഓവർഫ്ലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ വേണ്ടി ബിടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു കിടിലൻ വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം.